അച്ഛന്മാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു സർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. MSK സർവർ എന്നാണ് എൻ്റെ പേര്. ഇതൊക്കെയാണ് എൻ്റെ വീട്, എൻ്റെ അനിയത്തിയുടെ വീട്. ഇതാണ് ഗൈസ് MSK ട്രോൾ സീരീസ്. നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത്ര പെട്ടെന്ന് രാത്രിയായോ ഗൈസ്? നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി വന്ന് കിടന്നുറങ്ങാം. എൻ്റെ റൂമാണിത്. എവിടെയാണ് കേട്ടോ കിടക്കുന്നത്? ഉറങ്ങുവാണ്. ഇപ്പം അനിയത്തി ഇതിനകത്ത് കയറിയിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അനിയത്തിയുടെ വീട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു. എൻ്റർമാൻ്റെ കാര്യം ഇതാണ് അവളെ വീട്. ശീലമുണ്ടോ നോക്കാം. ഇതിനകത്തൊക്കെ ഒന്നും ഇല്ല വയസ്സ്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഫുഡൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ബെഡും പിന്നെ ഇതൊക്കെ ഉണ്ട്. ഇതാണ് അവളെ റൂം. ഇവിടെയാണ് അവൾ കിടക്കുന്നത്. നമുക്ക് വെളിയിലോട്ട് പോയി നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ വീടിനകത്തുള്ള എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതുള്ള പൂച്ചയ്ക്ക് ഇരിക്കാനുള്ള സാധനമാണ്. അത് പൂച്ചയൊന്നുമില്ല. പൂച്ചയ്ക്കുണ്ട്, അവളെ പൂച്ചയാണ്. അത് ആ ഇടവഴിയിൽ കൂടെ കയറി പോകുമ്പോഴാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇതിനകത്തൂടെ കയറി പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് കയറിയിട്ടുണ്ട് നമ്മൾ. അത് വാട്ടർ പാർക്കാണ്. വാട്ടർ പാർക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കയറി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ക്രിയേറ്റീവാണ് ഇട്ടേക്കുന്നത്. സർവൈവൽ കുറച്ച് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റീവ് ആക്കിയതാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ഇത് ക്രിയേറ്റീവ് സർവർ ആയിരിക്കും, ചിലപ്പോൾ ഈ സർവൈവൽ സർവർ ആക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയാം. ഇത് ലാഗാണ്. ഭയങ്കര ലാഗുണ്ട്. സർവർ ആയതുകൊണ്ട് ലാഗുണ്ട്. വെയിറ്റ് നോക്കി. അയ്യോ, അപ്പം കയറ്റാം ഗൈസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വാട്ടർ റൈഡ്. ചുമ്മാ കയറി മതി. ഇങ്ങനെ പോയി വെള്ളത്തിനകത്തോട്ട് വീഴും. ആ റൈഡ് ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റിക്ക് പിസ്റ്റൺ വെച്ചൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതും ഏണി പിടിച്ച് കയറുന്നതാണ്. നമ്മൾ ഓരോരോ റൈഡുകളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ഥലം. സ്റ്റിക്ക് പിസ്റ്റൺ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കയറി ഇരിക്കുക. സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ആവുക, നേരെ ഒന്ന് വെള്ളത്തിൽ വീഴുക. വാട്ടർ റൈഡ് ഇവിടെ നമ്മൾ കുറേ വയ്ക്കുക. ഇപ്പോൾ 2 മാത്രമേ വെച്ചിട്ടു. ബാക്കിയെല്ലാം മറ്റേ പാർക്കിൻ്റെ റൈഡുകളാണ്. ഈ റൈഡെന്ന് വെച്ചാൽ പട്ടി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പട്ടിയാണ്. പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങളൊരു പേര് പറയാതെ ഇടാൻ ഞാൻ ഇപ്പോൾ ഇരിക്കട്ടെ. ഒരു മൈൻഡ് ചാർട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് ഓടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുക.
ഓരോരുത്തർ ഇരുന്നിട്ട് പക്ഷെ വന്നില്ല. ഭയങ്കര ലാഗുണ്ട്. എന്തുവാടെ ഇവിടെ തന്നെ പൊട്ടിക്കുന്നതാ. ലാഗുള്ളതുകൊണ്ടാ. അത് വിട്ടു മൂടണം. പക്ഷെ ഭയങ്കര ലാഗാണ്. ഈ പ്രോബ്ലം വരുന്നുണ്ട്. ഇങ്ങനെ കിടന്ന് കാണാം. സെറ്റല്ലേ? റൈഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഈ റെഡി നമുക്ക് ചാടാം. കുഴിയൊക്കെ അനിയത്തി ഒന്നും അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ വെറുതെ എന്തിനാ. എടുത്ത് ഭയങ്കര ലാഗാണ്. ബാക്കി റൈഡുകളൊക്കെ കാണിക്കാൻ സമയമുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ആ മൈൻഡ് അങ്ങ് പൊട്ടിച്ചാൽ അതുപോലെ പശുവും കയറിയിരിക്കും. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ഇത് മറ്റേ ചാടുന്ന സാധനം. 1 2 3 4 എന്നൊക്കെ പറഞ്ഞു. 1 2 3 4 5 ആ സാധനമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് വേറൊരു ഐറ്റമാണ്. അത് കൊള്ളാവോന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ മണ്ടയിൽ കയറി റെസ്റ്റോറൻറ്റ് വെച്ചൊരു ഐറ്റമാണ്. വർക്കാണല്ലേ? എന്ത് പറ്റി? ഇതിപ്പോൾ വർക്കാണല്ലേ? എവിടെ റെസ്റ്റോറൻറ്റ് കണക്ട് ചെയ്യുന്നുണ്ടല്ലേ? എന്തായാലും ഇളക്കി കളഞ്ഞ. ഞാൻ ഇന്നലെ വെച്ചതാണ്. അവള് വലിയ ഇളക്കിയതായിരിക്കും. ഇവിടെ കുഴിയിടാൻ മറന്നായിരിക്കുന്നത്. ഇത് റിപ്പീറ്ററും പിന്നെ നമുക്കൊരു റെഡ് സ്റ്റോണും കൂടെ എടുക്കാം. ഇന്നലെ കണക്റ്റ് ആയതാണല്ലോ ഇത്. എന്ത് പറ്റി? ഇങ്ങോട്ടൊരു പ്രശ്നമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആവുന്നില്ല. ഇതാരാ ഇവിടെ കുഴിയിട്ടെ? പണ്ടാരം പിടിച്ച സാധനം. ശരി ചെയ്യാൻ നമുക്ക് റെഡ് സ്റ്റോൺ വേണം. അയ്യോ, റെഡ് സ്റ്റോൺ എടുത്ത് ഞാൻ കാണും. റെഡ് സ്റ്റോണും പിന്നെ ഈ ലിവറും മതി നമുക്ക് ഇത് ചെയ്യാം. ചിലവരൊക്കെ ഇത് ഇങ്ങനെ പൊട്ടിക്കും. ഇത് വീണ്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യും. സിമ്പിൾ. ഇവിടെ കൂടെ ചാടി ഇറങ്ങി ഈ ഇവിടുത്തെ ഗ്യാപ്പ് നമുക്ക് കണക്റ്റ് ആണ്. നമുക്ക് കുറച്ച് സൗണ്ട് മാറ്റാം. സീനല്ലേ? കുറച്ച് ഗ്രാസ് എടുക്കാം. എന്താണ് സംഭവം കാണിച്ചു തരാം ഞാൻ. ഇതിന് മണ്ടേ കയറി നമ്മൾ ഇരിക്കണം. കണ്ടോ? ഇതാണ് സംഭവം. ഇങ്ങനെ കത്തും. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമെങ്കിൽ പറയണം. പിന്നെ വേറെ ഐറ്റം ഉണ്ട്. അത് പോയി നമുക്ക് കയറാം. ഇതാണ് ഗൈസ് ആൾക്കാരൊക്കെ പേടിക്കുന്ന റൈഡ്. ചിലപ്പോൾ പേടിക്കും, ചിലപ്പോൾ പേടിക്കുമായിരിക്കും, അറിയത്തില്ല. ഞാൻ കയറിയിരിക്കുക. ഇങ്ങനെ ആക്കുക. ഈ റൈഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമോ? ഗൈസ്, ഈ റൈഡൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അടുത്ത റൈഡിൽ കയറാം.
അടുത്തത് ഇതുപോലെയൊക്കെ തന്നെ, പക്ഷെ ചെറുതാണ്. ഇത് വലുത്, അത് ചെറുത്. ഇതിൻ്റെ അങ്ങോട്ട് വയ്ക്കുക, ഇങ്ങനെ ആക്കുക. മോളിപ്പൂവും ഇവിടെ ഒന്ന് തട്ട്, മോളിപ്പൂവും. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത് ഇൻവിസിബിൾ എന്നാണ്. ഇൻവിസിബിൾ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. ആദ്യം ഒരു മൈൻഡ് ആർട്ട് എടുക്കാം. അതിന് ഇവിടെ ഈ മൈൻഡ് ആർട്ട് കൊണ്ടുവയ്ക്കാം. എനിക്ക് റൈഡൊന്നും അടിക്കുക, ഈ ഭാഗത്ത് പിടിച്ചേക്കാം. തന്നെ അങ്ങ് വയ്ക്കണം ഗൈസ്. ഇതുകൂടെയാണ് തിരിച്ചു വരണത്. ഇതിൻ്റെ അടിയിലോട്ട് പോകും. എന്താ വെള്ളത്തിൽ പോയിരിക്കും, ഇങ്ങനെ വരും, അത് പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചതുപോലെ തന്നെ അപ്പുറത്തോട്ട് പോകും. ഇത് പൊട്ടിക്കും, ഇവിടെ ഇതെടുക്കും, ഇവിടെ കൂടെ എടുത്ത് നേരെ വന്ന് പശുവിനെ പോവല്ലടാ, പശുവിൻ്റെ കാര്യം. പശു കാരണം നമ്മൾ തിരിച്ചു വന്നു. ലാഗ് 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 ലാഗരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വേറെ നമ്മുടെ പൂച്ച, അവളുടെ പൂച്ച നമുക്കിതിനെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുപോകും. അത് അവള് സെറ്റ് ചെയ്തുകൊണ്ട് അവൾക്കേ പറ്റത്തുള്ളൂ. പശു ഇരുന്നായിരുന്നടാ, എടാ പശു ഇരുന്നായിരുന്നു. ഹലോ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. ഇതിൻ്റെ ട്രോൾ സീരീസ് നമ്മൾ അധികം വൈകാതെ തന്നെ തുടങ്ങും. അപ്പം ഈ വീഡിയോയ്ക്ക് 2K ലൈക്സ് കിട്ടുവാണെങ്കിൽ അടുത്ത ഷോർട്ട് വീഡിയോ ഒരു പ്ലേ ബട്ടൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.